ഇതിനും കഴിഞ്ഞോ? ശരി 50 കുറവാകുമെന്ന് വിചാരിച്ചു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയർ ബ്രേക്കർ. ഗായ്സ്, ഇന്ന് ഫുള്ളൊരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് നമുക്ക് തൃശ്ശൂർ ഒരു വണ്ടി റിവീലിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ ക്ലബ്ബിൽ തന്നെ ഒരു പയ്യൻ്റെ. അപ്പോൾ അതിനുവേണ്ടി പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നല്ല മിസ്സിങ് കാണിച്ചു. ഞാൻ ടാങ്ക് നോക്കിയില്ല, റിസർവ് ആയിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ പെട്രോളിൻ്റെ കുറവാകുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ പമ്പിൽ പോയി പെട്രോൾ അടിച്ചു. പെട്രോൾ അടിച്ചുകൊണ്ട് മിസ്സിങ് മാറുന്നില്ല. എന്താ സംഭവം ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് കുറച്ച് പേര് അടിച്ചപ്പോൾ നല്ല രീതിക്ക് മിസ്സിങ് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ടാങ്കൊന്ന് തുറന്നു നോക്കി. ഇനിയിപ്പോൾ എന്താ പെട്രോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ടാങ്ക് തുറന്ന് നോക്കിയപ്പോൾ പെട്രോളിന് നല്ല കളർ ചേഞ്ച്. എന്താ ഒരു പിടി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ ടാങ്ക് ഫുള്ളും ഡ്രൈ ആക്കാൻ നോക്കി. ടാങ്കിൽ നിന്ന് പെട്രോളൊക്കെ എടുത്തപ്പോൾ പകുതി വെള്ളം. എങ്ങനെ വന്നതെന്നൊരു പിടിയില്ല. ഞാൻ കുറച്ച് 2-3 ദിവസം വീട്ടിൽ പണി നടക്കാൻ വേണ്ടി ഞാൻ വണ്ടി പുറത്തേക്ക് വെച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഡ് കാറിലൊക്കെ കഴിച്ചായിരുന്നു വീട്ടിലുള്ളതേ. അപ്പോൾ വണ്ടികൾ ഇതിനും കഴിഞ്ഞോ? ഇത് റിസർവ് ആയതാ ഗൈസ്, റിസർവ് ആയതാ. ഇതും തുമ്മാൻ തുടങ്ങിയല്ലോ. നമ്മളപ്പോൾ ഇവിടെ എത്തി. വണ്ടി പണി ഇറക്കണേ ഞാൻ പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ 2 ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു. തുണി മാത്രം ഇട്ടുണ്ടായതല്ലോ. അങ്ങനെ ഇറങ്ങിയതാവന ചാൻസ്. അത് ശ്രദ്ധിച്ചില്ല. ഭാഗ്യം പണിയൊന്നും കിട്ടില്ല. ഞാൻ എന്നിട്ട് തിരിച്ച് വീട് വരെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. വീട്ടിൽ എത്തി പെട്രോൾ ഫുള്ള് ഡ്രൈൻ ചെയ്തു. അപ്പോഴത്തേക്കും കുറേ വെള്ളം കിട്ടി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കണ്ടൊക്കെ ഇടുന്നത് ഞാൻ ഇപ്പോൾ ഇടാം. അത് നോക്കി നോക്കും, നിങ്ങളത് കണ്ടിട്ടോ. ഈസായിട്ടൊരു പണി കിട്ടിയിട്ടോ. നമ്മുടെ ടാങ്ക് നോക്കി കാണിച്ചാലേ. ടാങ്ക് ഉണ്ട്. ടാങ്ക് ഇപ്പോൾ കാലിയായിട്ടായിരിക്കും. എന്താ വിഷയം വെച്ചാൽ വണ്ടി ലോഞ്ചിന് വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടി ഭയങ്കര രീതിക്ക് മിസ്സിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. എന്നിട്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ ടാങ്ക് തുറന്ന് നോക്കി. പെട്രോൾ അടിച്ചായിരുന്നു. പെട്രോൾ അടിച്ച് ടാങ്ക് തുറന്ന് നോക്കി. ടാങ്ക് തുറന്ന് നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി. വെള്ളം കയറിയൊക്കെയായിരുന്നു. ടാങ്കിനകത്ത് വെള്ളം എങ്ങനെ കയറുന്നൊരു പിടിയില്ല. 2 ദിവസം വണ്ടി മഴയത്തൊക്കെ വെച്ചായിരുന്നു. വണ്ടി ഇത് നമ്മൾ അവിടെ 2 ദിവസം വെച്ചായിരുന്നു. ഇവിടെ വീട്ടിൽ പണി നടക്കുന്നവരുണ്ട്. അപ്പോൾ നൈസായിട്ട് വെള്ളം കയറി ഉണ്ടാവണം. അപ്പോൾ എന്നിട്ട് ടാങ്കൊക്കെ ഒന്ന് ഇവിടെ നൂറ്റിയപ്പോൾ കിട്ടിയതാണ് ചേട്ടാ. നോക്കി, അടിയിൽ ഫുള്ള് വെള്ളം. എൻ്റെ അടിയിൽ വെള്ളം കണ്ടോ? കുറേ കാണാൻ പറ്റുന്നായിരുന്നു. നൈസായിട്ട് ഫുള്ള് വെള്ളം. കുറച്ച് ഇവിടെ തന്നെ കളഞ്ഞു, പിന്നെ എടുത്തു വെക്കുന്നില്ല. കുറച്ച് ഇപ്പോൾ ഫുള്ളും പറ്റി കിടക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ക്ഷീണിച്ച് കഴിഞ്ഞിപ്പോൾ ഒന്ന് പോയി പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് നോക്കണം ഈ മിസ്സിങ് ഉണ്ടോ എന്ന് നോക്കി നോക്കണം. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് മിസ്സിങ്ങൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഗോപ്രോ ഓണായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു നല്ല തേയില തേഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പെട്രോൾ ചെയ്യാൻ കുറച്ചുണ്ടെന്ന് ഇപ്പോൾ ഫുള്ള് പറ്റിച്ചു. ടാങ്ക് ഫുള്ള് അതിലേക്ക്. ഇനി പെട്രോൾ അടിച്ചിട്ട് നോക്കി നോക്കണം എന്താ അവസ്ഥ എന്ന് നോക്കി നോക്കണം. ചിലപ്പോൾ ഒരു ടോട്ടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഊറ്റി നോക്കി നോക്കണം. വെള്ളം ഫുള്ളും കളയണ്ടേ. 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക, എന്നിട്ട് വാങ്ങിയിട്ട് പോകും. ശരി 50 കുറേയൊന്നും പ്രതീക്ഷിച്ചില്ല. അതെ, നല്ല പെട്രോൾ കിട്ടി. എഗെയിൻ ബാക്ക് ടു 106 ഇട്ട പെട്രോള്. അതെ ഗൈസ്, നമ്മൾ പെട്രോൾ വാങ്ങിട്ടോ. 50 രൂപയ്ക്ക് പെട്രോൾ വാങ്ങി. ഇനി വണ്ടി കൊണ്ടുപോയി ഒഴിക്കാം. ഇനി എന്താ അവസ്ഥ നോക്കട്ടെ. ഇനി മിസ്സിങ് ഉണ്ടോയെന്ന് അറിയില്ല. എന്താ പരിപാടി എന്നൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ട് വേണം ബാക്കി കാണലൊക്കെ നോക്കാം. ഗൈസ്, ഞാൻ പിന്നെ നമ്മുടെ യുലാൻസിയുടെ ഒരു വ്ളോഗിങ് കേസ് വാങ്ങിയിരുന്നു കേട്ടോ. കണ്ട ഇപ്പോൾ അതിലായിട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. അതാകുമ്പോൾ നമുക്ക് മൈക്ക് അഡാപ്റ്ററും കാണലൊക്കെ അതിൽ തന്നെ വയ്ക്കാൻ പറ്റും. പക്ഷെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി ഹെൽമെറ്റ്. യുലാൻസിൻ്റെ ആ വ്ളോഗിങ് കേസും മൈക്ക് അഡാപ്റ്ററും ഗോപ്രോയും മൈക്കും കൂടി ആകുമ്പോൾ ഹെൽമെറ്റ് ഇത്തിരി വെയിറ്റ് കൂടിയൊന്ന് സംശയം. ഫ്രണ്ടിലേക്ക് ഇത്തിരി താന്നിട്ടായിരിക്കണം തല ഫുള്ള്. തലവേദന എടുക്കുക. നമ്മുടെ കഴുത്തൊക്കെ ഹെൽമെറ്റ് വെയിറ്റ് കൂടുന്നോറും കഴുത്ത് വേദന കൂടും. പക്ഷെ കുഴപ്പമില്ല, വീഡിയോ ഒക്കെ എടുക്കാനല്ലേ, നൈസാണ്. ഇപ്പോൾ നല്ല ഒതുക്കൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ആദ്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് അഡാപ്റ്റർ ജസ്റ്റ് ബാക്കിൽ വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് വെയിറ്റ് കൂടി, അത് മാത്രമേ ഇപ്പോൾ ഒരു സംഭവമായിട്ട് കാണാമല്ലോ. ഏതായാലും നോക്കാം നമുക്ക്. ജസ്റ്റ് രണ്ടിനെയും കളർ നോക്കി, ഇതൊരു ഫുള്ള് വെള്ളം കേട്ടോ, വേണ്ട നിങ്ങൾക്ക് കാണാണ്ടോ അറിയില്ല. വേണ്ട, ഇത് നല്ല പെട്രോൾ. ഇനി ഇത് ഒഴിക്കട്ടെ, കഴിഞ്ഞിട്ട് അടുത്ത് കാണാം. എന്താ അവസ്ഥ എന്ന് ടാങ്കിനകത്ത് നോക്കട്ടെ. ഒന്നും ആയില്ല. ഫുള്ള് പറ്റിച്ചില്ല. ഇപ്പോൾ രണ്ടോട്ടൊന്ന് പമ്പ് ചെയ്തെടുക്കാം. ഗുഡ്. ഫുള്ള് കാലിയ. വലിയ മിസ്സിംഗ് ഒന്നും കാണാനില്ല. നോക്കാം നമുക്ക്. ഇനി ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് വരാം. ഓൾ സെറ്റ്. 1 ഡേ. വണ്ടി നമ്മൾ പഴയ ഫ്യൂലൊക്കെ ഫുള്ള് ഡ്രൈ ചെയ്ത് മാറ്റിയിട്ട് ഇപ്പോൾ അതാ പുതിയ ഫ്യൂൽ വെച്ച്. അപ്പോൾ വണ്ടി സെറ്റായി. വെള്ളമുള്ളതുകൊണ്ട് മിസ്സിങ്ങൊക്കെ പോയി. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ മിസ്സിംഗ് ഒന്നും കാണിക്കില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നുണ്ട് വണ്ടി. ഇവിടെ ക്യാമറയൊക്കെ വന്നിട്ട് കേട്ടോ. ഇല്ല, മിസ്സിങ് അല്ല. പക്ഷെ എന്നാലും ഫുള്ളും ഡ്രൈൻ ചെയ്താലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ അത് നമ്മൾ ഫ്യൂലടിച്ച് റെഡിയായി പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതല്ലേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും വെള്ളം കയറിയുണ്ട്. നമുക്ക് ഈ അടുത്ത് തന്നെ നമുക്ക് ഫ്യൂൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാം. എന്തായാലും കുറച്ച് വെള്ളം കയറി ഇതായതല്ലേ ടാങ്കിനകത്ത്. അപ്പോൾ നമുക്ക് അതൊന്ന് മാറണം, അടുത്ത് തന്നെ ഒന്ന് മാറണം. നമുക്ക് അടുത്ത ആഴ്ച റൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ മാറണം. ഹോപ്പ്ഫുള്ളി നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് റൈഡ് പോയതുകൊണ്ട് മാറാന്നുള്ള പ്ലാനില്ല ഇപ്പം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഫുള്ളും പണികൾ മാത്രമേ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് വണ്ടി റിവ്യൂലിങ്ങിന് പോകാനും പറ്റിയില്ല. ഫുള്ള് പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒക്കെ റെഡിയായി. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.